ഇന്ന് ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും അവിടെയെല്ലാം മനുഷ്യരെത്തിയിട്ടുണ്ടാകും. മനുഷ്യ സാന്നിധ്യമില്ലാത്ത സ്ഥലങ്ങൾ വളരെ അപൂർവമാണ്. പക്ഷേ ലോകം മുഴുവൻ മനുഷ്യൻ വ്യാപിച്ചുവെങ്കിലും യഥാർത്ഥത്തിൽ ഭൂമിയുടെ ഉപരിതലത്തിൽ 10% വ്യാപ്തിയിൽ മാത്രമാണ് മനുഷ്യൻ അധിവസിക്കുന്നത്. കാരണം ഉപരിതലത്തിന്റെ 30% മാത്രമാണ് കരഭാഗം. അതിൽ കൂടുതലും മരുഭൂമികളും മലനിരകളും പോലെയുള്ള പാഴ്നിലങ്ങളുമാണ്. ബാക്കി 70% സമുദ്രങ്ങളാണ്. അതുകൊണ്ട് ഭൂമിയുടെ മുഴുവൻ അനിമൽ ബയോമാസിൽ 78% കൂടുതലും സമുദ്രങ്ങളിലാണ് നിലനിൽക്കുന്നതെന്ന് കേൾക്കുമ്പോൾ നമുക്ക് വലിയ അതിശയമൊന്നും തോന്നില്ല. മനുഷ്യൻ കടലിലേക്ക് ഇറങ്ങിയ കാലം മുതൽ ആഴക്കടലിലെ ഭീമാകാരമായ രാക്ഷസ ജീവികളെ കുറിച്ചുള്ള കഥകളും പ്രചരിക്കാൻ തുടങ്ങിയിരുന്നു. ഭൂരിഭാഗം കഥകളും ശരിക്കും അതിശയോക്തി കലർന്ന വർണ്ണനകളായിരുന്നു. എന്നാൽ അവ പൂർണ്ണമായും കെട്ടുകഥകളുമായിരുന്നില്ല. എന്തെന്നാൽ ആഴക്കടലിലെ ജീവികൾ ഒരു വിചിത്രമായ പ്രതിഭാസം കാരണം അസാമാന്യമായ രീതിയിൽ വലിപ്പം വയ്ക്കാറുണ്ട്. അതാണ് ഡീപ് സീ ജൈജാന്റിസം. ഈ വിചിത്രമായ പ്രതിഭാസം എന്താണെന്ന് നമുക്ക് നോക്കാം. ഏകദേശം 3.7 കിലോമീറ്റേഴ്സാണ് സമുദ്രങ്ങളുടെ ശരാശരി ആഴം. ഈ വ്യാപ്തിയിൽ ഏകദേശം എല്ലാ സ്ഥലവും പൂർണ്ണമായും ജീവൻ നിലനിൽക്കുന്ന മേഖലകളാണ്. അതിനോടൊപ്പം ഭൂമിയുടെ ഉപരിതലത്തിന്റെ 70% കൂടുതലും സമുദ്രമാണെന്ന വസ്തുത കൂടെ പരിഗണിച്ചാൽ ഭൂമിയിലെ സകല മൃഗങ്ങളുടെയും മുഴുവൻ ഭാരത്തിൽ 78% കൂടുതലും സമുദ്രത്തിലാണെന്ന് കേൾക്കുമ്പോൾ നമുക്ക് വലിയ ആശ്ചര്യമൊന്നും തോന്നില്ല. ഈ ഭാരത്തിൽ വലിയൊരു ശതമാനവും സമുദ്രത്തിന്റെ ഏറ്റവും മുകളിലത്തെ മേഖലയായ സൺലൈറ്റ് സോണിലാണ് ജീവിക്കുന്നത്. തിമിംഗലങ്ങൾ, സസ്യജാലങ്ങൾ, ഗ്രേറ്റ് വൈറ്റ് സ്രാവുകൾ, വർണ്ണശബളമായ മീനുകൾ, കടലാമകൾ, അങ്ങനെ നമുക്ക് സുപരിചിതമായ ഭൂരിഭാഗം ജീവികളെയും കാണാൻ കഴിയുന്നത് ഈ സൺലൈറ്റ് മേഖലയിലാണ്. എന്നാൽ വിചിത്രമായ ജീവികളെ കാണണമെങ്കിൽ കൂടുതൽ ആഴങ്ങളിലേക്ക് പോകണം. അപ്പോൾ ട്വിലൈറ്റ് സോൺ എന്ന രണ്ടാമത്തെ മേഖലയെത്തും. ഇവിടെ എത്തുന്ന സൂര്യപ്രകാശത്തിന്റെ അളവ് കുറവായിരിക്കും. ഇവിടെയുള്ള ഒരു തരം മാരകമായ മീനാണ് ആംഗ്ലർ ഫിഷ്. ഇതിന്റെ തലയ്ക്ക് മുകളിലുള്ള തിളങ്ങുന്ന പ്രകാശം ഉപയോഗിച്ച് ഇരകളെ ആകർഷിക്കും. ആ തിളക്കം കണ്ട് വളരെ അടുത്തു വരുന്ന ഇരകളെ ഇത് ആഹാരമാക്കുകയും ചെയ്യും. ഇവിടെയുള്ള മറ്റൊരു ജീവിയാണ് ഗോബ്ലിൻ ഷാർക്ക്. ഇവയുടെ മുന്നിലോട്ട് ചലിപ്പിക്കാൻ കഴിയുന്ന താടിയെല്ലുകൾ ഉപയോഗിച്ച് ക്ഷണനേരം കൊണ്ട് ഇരകളെ ഇവ വായ്ക്കകത്താക്കും. വീണ്ടും കൂടുതൽ ആഴങ്ങളിലോട്ട് പോകുമ്പോൾ മൂന്നാമത്തെ മേഖലയായ മിഡ്നൈറ്റ് സോൺ എത്തും. ഏകദേശം പൂർണ്ണമായും അന്ധകാരം നിറഞ്ഞ ഈ മേഖലയിൽ നിങ്ങൾക്ക് കൂടുതൽ വിചിത്രമായ ജീവികളെ കാണാൻ സാധിക്കും. വിചിത്രമെന്ന് പറയുന്നതിലുപരി അന്യഗ്രഹത്തിൽ നിന്നും വന്ന ജീവികളായിട്ട് തോന്നുമെന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. ഏറ്റവും വിരൂപമായ ജീവികളിൽ ഒന്നായിട്ട് പരിഗണിക്കുന്ന ബ്ലോബ് ഫിഷുകൾ ജീവിക്കുന്നത് ഈ മേഖലയിലാണ്. ഇവിടെയുള്ള മറ്റൊരു വിചിത്രമായ ജീവിയാണ് പെലിക്കൻ ഈൽ. ഇതിന്റെ ശരീരത്തിനേക്കാൾ ഒരുപാട് വലിപ്പമുള്ള ജീവികളെ വരെ വിഴുങ്ങാൻ തക്ക വ്യാപ്തിയിൽ ഇവയ്ക്ക് വാ തുറക്കാൻ കഴിയും. ഇനിയും കൂടുതൽ ആഴത്തിലേക്ക് പോയാൽ അബിസൽ സോൺ എന്ന മേഖലയെത്തും. ഇതാണ് സാധാരണഗതിയിൽ സമുദ്രങ്ങളുടെ ഏറ്റവും അടിത്തട്ട്. ഇതിനുശേഷം ഹെയ്ഡൽ എന്ന മറ്റൊരു മേഖലയും കൂടെയുണ്ട്. അത് പക്ഷേ മരിയാന ട്രെഞ്ച് പോലെ വളരെ അപൂർവമായ സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ. എന്തായാലും സമുദ്രങ്ങളുടെ ഏറ്റവും ആഴങ്ങളിലെത്തുമ്പോൾ ഏലിയൻ രൂപത്തിലുള്ള ജീവികൾക്ക് പുറമേ സമുദ്രത്തിന്റെ ഏറ്റവും മുകളിൽ കാണുന്നതിന് സമാനമായ രീതിയിലുള്ള ഭീമാകാരമായ ജീവികളെയും ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അത് തികച്ചും വിചിത്രമായ ഒരു പ്രതിഭാസമാണ്. കാരണം അതിന് മുകളിലുള്ള മേഖലയിൽ എത്തുന്നതുവരെ ജീവികളുടെ വലിപ്പം പൊതുവെ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. ഇങ്ങനെ സമുദ്രത്തിന്റെ ഏറ്റവും അടിത്തട്ടിലുള്ള ജീവികൾക്ക് മുകളിലത്തെ മേഖലയിലുള്ള മറ്റു ജീവികളെക്കാൾ കൂടുതൽ വലിപ്പം വയ്ക്കാനുള്ള പ്രവണതയാണ് ഡീപ് സീ ജൈജാന്റിസം. ഡീപ് സീ ജൈജാന്റിസത്തിന്റെ ഏറ്റവും ഉത്തമമായ ഉദാഹരണമാണ് ജയന്റ് സ്ക്വിഡ് എന്ന ഒരു തരം കണവവർഗം. 42 അടി വരെ നീളവും 250 കിലോഗ്രാം വരെ ഭാരവും വയ്ക്കാൻ കഴിയുന്ന ജയന്റ് സ്ക്വിഡ് പേര് പോലെ തന്നെ ഒരു ഭീമാകാരമായ ജീവിയാണ്. മുകളിലത്തെ മേഖലയിലെ ഒട്ടുമിക്ക ജീവികളെക്കാളും 100 മടങ്ങിൽ കൂടുതൽ വലിപ്പമുള്ളവയാണ് ഈ ഭീമൻ കണവകൾ. ആഴക്കടലുകളിലെ മോൺസ്റ്റേഴ്സ് തന്നെയാണ് ജയന്റ് സ്ക്വിഡ്സ്. പക്ഷേ ഈ ജയന്റ് സ്ക്വിഡുകളെക്കാൾ വലിപ്പമുള്ള മറ്റൊരു ജീവിയുണ്ട്. അതാണ് കൊളോസൽ സ്ക്വിഡ്. അതിഗംഭീരമെന്നർത്ഥമുള്ള കൊളോസൽ എന്ന പേര് ഇതിന് ശരിക്കും അറിഞ്ഞിട്ട ഒരു പേര് തന്നെയാണ്. കാരണം 14 മീറ്റേഴ്സ് വരെ നീളം വയ്ക്കുന്ന കൊളോസൽ സ്ക്വിഡുകൾക്ക് ജയന്റ് സ്ക്വിഡുകളുടെ ഇരട്ടി ഭാരമുണ്ടായിരിക്കും. ഇതാണ് ഭൂമിയിലെ ഏറ്റവും വലിയ അകശേരു മൃഗവർഗം.
ഇവയുടെ നീളം കൂടിയ സ്പർശനികൾ വളരെ മാരകമായ ആയുധങ്ങളാണ്. 40,000 കിലോഗ്രാം ഭാരമുള്ള ബൃഹത്തായ സ്പേം തിമിംഗലങ്ങളുടെ ആക്രമണത്തിനെ വരെ എതിർത്തു നിൽക്കാനും അവയ്ക്ക് കാര്യമായ പരിക്കേൽപ്പിക്കാനും വരെ ശക്തമായ ജീവികളാണ് കൊളോസൽ സ്ക്വിഡ്സ്. താരതമ്യേന പറയുകയാണെങ്കിൽ സമുദ്രത്തിന്റെ മുകളിലോട്ടുള്ള മേഖലകളിൽ കാണപ്പെടുന്ന ബാക്കി സ്ക്വിഡുകൾക്കെല്ലാം തന്നെ വലിപ്പം തീരെ കുറവാണ്. കുറവെന്ന് വെച്ചാൽ ഏതാനും ചില സെന്റിമീറ്റേഴ്സ് മുതൽ 1 മീറ്റർ വലിപ്പം വരെ മാത്രമേയുള്ളൂ. ഇവിടെ കാണുന്ന മറ്റൊരു ജീവിയാണ് ജൈന്റ് ഐസോപോഡ്. ഇതിന് ഏകദേശം 1/2 മീറ്ററോളം വലിപ്പവും 2 കിലോഗ്രാമോളം ഭാരവും വെക്കാൻ കഴിയും. അത് വലിയ കാര്യമാണോ എന്ന് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഓർക്കുക, ഇതിന്റെ വർഗത്തിൽപ്പെടുന്ന ജീവികൾ കരയിൽ ധാരാളമുണ്ട്. അതിനൊരുത്തമ ഉദാഹരണമാണ് നമ്മുടെ നാട്ടിലൊക്കെ കാണാൻ സാധിക്കുന്ന ഉഡ്ലൗസ് എന്ന ഒരു തരം അട്ടകൾ. ഈ ജീവികളുടെയൊക്കെ ശരാശരി വലിപ്പം എന്നത് വെറും 10 മില്ലിമീറ്റേഴ്സ് മാത്രമാണ്. അതായത് ഈ ജീവിയുടെ കരയിൽ കാണപ്പെടുന്ന വർഗങ്ങളെക്കാൾ 50 മടങ്ങോളം വലിപ്പമുണ്ട് ആഴക്കടലിൽ കാണപ്പെടുന്ന ജൈന്റ് ഐസോപോഡ് എന്ന വർഗത്തിന്. ആഴക്കടലിന്റെ എവിടെ നോക്കിയാലും ഇതേ അവസ്ഥ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കരയിലും കടലിന്റെ മുകളിലത്തെ മേഖലകളിലുമൊക്കെയുള്ള വർഗത്തിൽപ്പെടുന്ന ജീവികൾ ആഴക്കടലിലും ഉണ്ടെങ്കിൽ ഈ ആഴക്കടലിലുള്ള വർഗത്തിന് അസാമാന്യമായ വലിപ്പമുണ്ടായിരിക്കും. ഇതിന് വളരെ പ്രശസ്തമായ മറ്റൊരു ഉദാഹരണമാണ് ജാപ്പനീസ് സ്പൈഡർ ക്രാബ്. സാധാരണ ഞണ്ടുകൾക്ക് പരമാവധി ഏതാണ്ട് 40 സെന്റിമീറ്റർ വരെ മാത്രമേ വലിപ്പമുണ്ടായിരിക്കുകയുള്ളൂ. എന്നാൽ ജാപ്പനീസ് സ്പൈഡർ ക്രാബുകൾക്ക് 4 മീറ്റേഴ്സ് വരെ നീളമുണ്ട്. വേറൊരു ഉദാഹരണമാണ് സീ സ്പൈഡേഴ്സ്. സാധാരണ ചിലന്തികൾക്ക് ഏതാനും ചില മില്ലിമീറ്റേഴ്സ് മുതൽ സെന്റിമീറ്റേഴ്സ് വരെ മാത്രമേ വലിപ്പമുണ്ടായിരിക്കൂ. എന്നാൽ ആഴക്കടലിൽ കാണപ്പെടുന്ന സീ സ്പൈഡേഴ്സിന് 1 മീറ്റർ വരെ വലിപ്പമുണ്ടായിരിക്കും. ഓസ്ട്രാക്കോഡ്സ് എന്ന വേറൊരു വർഗം ജീവികളുണ്ട്. സാധാരണ ഓസ്ട്രാക്കോഡുകൾക്ക് പരമാവധി 1.5 മില്ലിമീറ്റർ വലിപ്പം മാത്രമേ ഉണ്ടായിരിക്കൂ. എന്നാൽ ആഴക്കടലിലുള്ള ജൈന്റ് ഓസ്ട്രാക്കോഡ്സിന് 3.5 സെന്റിമീറ്റർ വരെ വലിപ്പമുണ്ടാകും. അതായത് സാധാരണ ഓസ്ട്രാക്കോഡ്സുകളേക്കാൾ 25 മടങ്ങോളം വലുതാണ് ജൈന്റ് ഓസ്ട്രാക്കോഡ്സ്. ഏകദേശം 3 മീറ്റേഴ്സോളം നീളം വയ്ക്കാൻ കഴിയുന്ന ഒരു തരം മീനാണ് ഓർഫിഷ്. എന്നാൽ ഇത് സാധാരണ ഓർഫിഷുകളുടെ കാര്യമാണ്. സമുദ്രങ്ങളുടെ ആഴങ്ങളിൽ ജൈന്റ് ഓർഫിഷ് എന്നൊരു വർഗമുണ്ട്. അവ 11 മീറ്റേഴ്സ് വരെ നീളം വയ്ക്കുന്ന നെടുനീളൻ മീനുകളാണ്. ഇങ്ങനെ ഡീപ് സീ ജൈജാന്റിസത്തിന്റെ ഉദാഹരണങ്ങൾ പറയാൻ ഇനിയും ധാരാളമുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവ ഇത്രയും വലിപ്പം വയ്ക്കുന്നത്? കടലിന്റെ ഏറ്റവും ആഴങ്ങളിലുള്ള ജീവികൾ അസാമാന്യമായ രീതിയിൽ വലിപ്പം വെക്കുന്നതിന്റെ കൃത്യമായ കാരണം എന്താണെന്ന് യഥാർത്ഥത്തിൽ ആർക്കും അറിയില്ല എന്നതാണ് സത്യം. ആഴക്കടലിനെ കുറിച്ചുള്ള നമ്മുടെ അറിവിന്റെ പരിമിതികൾ തന്നെയാണ് അതിന്റെ കാരണം. ശരിക്കും പറഞ്ഞാൽ 3 വർഷങ്ങൾക്ക് മുൻപ് വരെ കടലിന്റെ ഏറ്റവും ആഴത്തിൽ, അതായത് 11 കിലോമീറ്റേഴ്സ് ആഴമുള്ള മരിയാന ട്രെഞ്ചിൽ പോയിട്ടുള്ളതിനേക്കാൾ കൂടുതൽ മനുഷ്യർ ഏകദേശം 4 ലക്ഷം കിലോമീറ്റേഴ്സ് അകലെയുള്ള ചന്ദ്രനിൽ പോയിട്ടുണ്ടായിരുന്നു. ആഴക്കടലിന്റെ വിശാലമായ ഏകാന്തതയും അന്ധകാരവും അതിതീവ്രമായ സമ്മർദ്ദവുമൊക്കെ കാരണം ആഴക്കടലിൽ പര്യവേഷണങ്ങൾ നടത്തുക എന്നത് വളരെ വളരെ ബുദ്ധിമുട്ടുള്ളതും ചിലവ് കൂടിയതുമായ കാര്യമാണ്. കൊളോസൽ സ്ക്വിഡിനെ തന്നെ അതിന്റെ ഉത്തമ ഉദാഹരണമായിട്ട് പരിഗണിക്കാം. ഒരു വലിയ ബസിന്റെ അത്ര വലിപ്പമുള്ള ഈ ഭീമൻ ജീവിയെ എളുപ്പത്തിൽ കാണാൻ സാധിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ അത് വെറും തെറ്റിദ്ധാരണയാണ്. ഇന്ന് നമ്മുടെ പക്കൽ അത്യാധുനികമായ ടെക്നോളജികൾ ഉണ്ടായിരുന്നിട്ടും ഇതുവരേക്കും ഒരൊറ്റ കൊളോസൽ സ്ക്വിഡിനെ പോലും അത് ജീവിക്കുന്ന ആവാസ വ്യവസ്ഥയിൽ വച്ച് അതിനെ ഇതുവരെ ആരും കണ്ടിട്ടില്ല. ആഴക്കടലിലെ പര്യവേഷണങ്ങൾ അത്രയേറെ പ്രയാസമാണ്. പക്ഷേ ഇതുവരെയുള്ള നിരീക്ഷണങ്ങളിൽ നിന്നും ഡീപ് സീ ജൈജാന്റിസത്തിനെ വിശദീകരിക്കുന്ന ചില സിദ്ധാന്തങ്ങൾ രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഒരു പ്രധാന കാരണമായിട്ട് കരുതപ്പെടുന്നത് താപനിലയാണ്. തണുത്ത ജലത്തിന് സാന്ദ്രത കൂടുതലായതിനാൽ തണുത്ത ജലം ആഴങ്ങളിലോട്ട് പോവുകയും ചൂട് കൂടിയ ജലം മുകളിലേക്ക് വരികയും ചെയ്യും. അപ്പോൾ സമുദ്രത്തിന്റെ അടിത്തട്ടുന്നത് വളരെ തീവ്രമായ തണുത്ത മേഖലയായിരിക്കും. ബെർഗ്മാൻസ് നിയമപ്രകാരം താപനില കുറഞ്ഞ മേഖലയിൽ ജീവിക്കുന്ന ജീവികൾ കൂടുതൽ വലിപ്പത്തിൽ വളരും. അതിനൊരു ഉത്തമ ഉദാഹരണമാണ് പെൻഗ്വിനുകൾ. അന്റാർട്ടിക്കയിലുള്ള എംപറർ പെൻഗ്വിൻസ് ആണ് ലോകത്തിലെ ഏറ്റവും വലിയ പെൻഗ്വിനുകൾ. ഇവയ്ക്ക് 40 കിലോഗ്രാം വരെ ഭാരവും 125 സെന്റിമീറ്ററോളം വരെ ഉയരവും ഉണ്ടായിരിക്കും. എന്നാൽ അന്റാർട്ടിക്കയേക്കാൾ താപനില കൂടിയ സ്ഥലത്തിൽ, അതായത് ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയയിലുമൊക്കെയുള്ള ഒരു തരം പെൻഗ്വിനുകളാണ് ലിറ്റിൽ പെൻഗ്വിൻസ്. 40 സെന്റിമീറ്റർ വരെ ഉയരവും 1.5 കിലോഗ്രാം വരെ ഭാരവും വയ്ക്കുന്ന ലിറ്റിൽ പെൻഗ്വിൻസ് ആണ് ലോകത്തിലെ ഏറ്റവും ചെറിയ പെൻഗ്വിനുകൾ.
മറ്റൊരു കാര്യമെന്നത് താപനില കുറഞ്ഞ മേഖലകളിലുള്ള ജീവികളുടെ ശരീരത്തിൽ മെറ്റബോളിസം വളരെ പതിയെ മാത്രമേ സംഭവിക്കുകയുള്ളൂ. അതുകൊണ്ട് അത്തരം ജീവികളുടെ വളർച്ചയും പതിയെയായിരിക്കും സംഭവിക്കുന്നത്. അനന്തരഫലമായി അവ കൂടുതൽ കാലം ജീവിക്കുകയും ചെയ്യും. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഗ്രീൻലാൻഡ് ഷാർക്കുകൾ. തണുത്തുറഞ്ഞ ഗ്രീൻലാൻഡിലെ ആഴക്കടലുകളിൽ ജീവിക്കുന്ന ഈ സ്രാവുകൾ 500 വർഷത്തോളം കാലം വരെ ജീവിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാലം ജീവിക്കുന്ന മൃഗങ്ങളിൽ ഒന്നാണ് ഗ്രീൻലാൻഡ് ഷാർക്കുകൾ. രണ്ടാമത്തെ കാരണം ആഹാരത്തിന്റെ ലഭ്യത കുറവാണ്. ആഹാരത്തിന്റെ കുറവ് കാരണം ജീവികൾ കൂടുതൽ വലിപ്പം വയ്ക്കുന്ന രീതിയിൽ പരിണമിച്ചുവെന്ന് പറയുന്നത് പെട്ടെന്ന് കേൾക്കുമ്പോൾ വെറും മണ്ടത്തരമായിട്ട് നമുക്ക് തോന്നും. കാരണം സാധാരണ ആഹാരം കുറയുമ്പോൾ ജീവികളുടെ വലിപ്പം കുറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ ഇതെങ്ങനെ സാധ്യമാകും? ബയോളജി കൂടുതൽ ആഴത്തിൽ പഠിക്കുമ്പോൾ ഈ വൈരുദ്ധ്യം വളരെ പ്രായോഗികമാണെന്ന കാര്യം നമുക്ക് മനസ്സിലാകും. ഭൂമിയിലെ ബാക്കി ഏത് ആവാസ വ്യവസ്ഥ എടുത്തു നോക്കിയാലും അതിലേകദേശം എല്ലാ ആവാസ വ്യവസ്ഥകളും സ്വന്തമായിട്ട് ആഹാരം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. കടലിന്റെ മുകളിലത്തെ മേഖലകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആഹാര സ്രോതസ് എന്നത് ഫൈറ്റോ പ്ലാങ്ക്ടൺ എന്ന ഒരുതരം സസ്യജാലങ്ങളാണ്. അവ നിലനിൽക്കുന്നത് ഫോട്ടോസിന്തസിസ് കാരണമാണ്. എന്നാൽ അബിസൽ മേഖലയുടെ കാര്യം അങ്ങനെയല്ല. ഇവിടെ സൂര്യപ്രകാശം ഒരു തരി പോലും എത്തുന്നില്ല. അതുകൊണ്ട് തന്നെ ഫോട്ടോസിന്തസിസും നടക്കുകയില്ല. അനന്തരഫലമായി സസ്യജാലങ്ങളൊന്നും ഉണ്ടാവുകയുമില്ല. ഇവിടെ കിട്ടുന്ന ആകെയുള്ള ആഹാര സ്രോതസ് എന്നത് മറൈൻ സ്നോ മാത്രമാണ്. അതായത് മുകളിലത്തെ മേഖലകളിൽ നിന്നുമുള്ള ജൈവ പദാർത്ഥങ്ങൾ മുകളിൽ നിന്നും താഴോട്ട് വന്ന് വീഴുന്നതാണ് മറൈൻ സ്നോ. ജൈവ പദാർത്ഥങ്ങളെന്ന് പറയുമ്പോൾ മൃഗങ്ങളുടെയും സസ്യജാലങ്ങളുടെയും ഒക്കെ അവശിഷ്ടങ്ങൾ. പക്ഷേ ഈ അവശിഷ്ടങ്ങൾ ഏറ്റവും അടിത്തട്ടിൽ എത്തുമ്പോഴേക്കും അതിൽ വലിയൊരു ശതമാനവും മുകളിലത്തെ മേഖലകളിലുള്ള ജീവികൾ തീർത്തിട്ടുണ്ടാകും. അതുമാത്രമല്ല, ആഹാര പദാർത്ഥങ്ങൾ എവിടെ എപ്പോൾ ലഭിക്കുമെന്ന് പറയാനും കഴിയില്ല. അതുകൊണ്ട് ഇവിടെയുള്ള ജീവികളെല്ലാം എപ്പോഴും ആഹാരം തേടി അലയുകയായിരിക്കും. അപ്പോൾ കൂടുതൽ വലിപ്പമുണ്ടെങ്കിൽ കൂടുതൽ ദൂരം വേഗത്തിൽ സഞ്ചരിക്കാൻ കഴിയും. അതിലൂടെ ആഹാരം കണ്ടെത്താനുള്ള സാധ്യതയും വർദ്ധിക്കും. മൂന്നാമത്തെ കാര്യം, വലിപ്പം കൂടുതലുള്ള ജീവികൾക്ക് അവയുടെ ശരീരത്തിൽ കൂടുതൽ ആഹാരം ശേഖരിച്ചു വയ്ക്കാനും കഴിയും. കൂടുതൽ ആഹാരം ശേഖരിച്ചു വെക്കാൻ പറ്റിയാൽ ആഹാരം കണ്ടെത്താതെ ഒരുപാട് ദൂരം സഞ്ചരിക്കാനും ഒരുപാട് കാലം അതിജീവിക്കാനും കഴിയും. അതിനു സഹായകരമായ രീതിയിൽ അവയുടെ വയറ്റിൽ കൂടുതൽ ആഹാരം ശേഖരിച്ചു വയ്ക്കാനുള്ള കഴിവ് ആഴക്കടലിലെ ഒട്ടുമിക്ക ജീവികളിലും വികസിച്ചിട്ടുണ്ട്. ജപ്പാനിലെ ഒരു അക്വേറിയത്തിൽ പിടിച്ചിട്ട ഒരു ജൈന്റ് ഐസോപോഡ് ഒരു തരി ആഹാരം പോലും കഴിക്കാതെ 5 വർഷങ്ങളാണ് ജീവിച്ചത്. നാലാമത്തെ കാരണമെന്നത് കൂടുതൽ വലിപ്പം വെക്കുന്നതിനനുസരിച്ച് ശരീരത്തിലെ മെറ്റബോളിസം കൂടുതൽ കാര്യക്ഷമമാകും. അപ്പോൾ വലിപ്പം കൂടുതലുള്ള മൃഗങ്ങൾക്ക് അവയുടെ ശരീര വലിപ്പവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വളരെ കുറഞ്ഞ തോതിലുള്ള ആഹാരത്തിൽ നിന്നും തന്നെ ശരീരത്തിന് ആവശ്യമായ ഊർജം കണ്ടെത്താനാകും. ആഹാരമില്ലാത്ത അബിസൽ മേഖലയിൽ അതിജീവിക്കാൻ ഈ കഴിവ് വളരെയേറെ പ്രധാനപ്പെട്ടതാണ്. അവസാനത്തെ കാരണമായിട്ട് കരുതപ്പെടുന്നത് പ്രെഡറ്റേഴ്സിന്റെ അഭാവമാണ്. വലിപ്പം കുറവാണെങ്കിൽ പ്രെഡറ്റേഴ്സിൽ നിന്നും ഒളിച്ചിരിക്കാനും വളരെ എളുപ്പമായിരിക്കും. എന്നാൽ അബിസൽ മേഖലയിൽ പ്രെഡറ്റേഴ്സ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ വലിപ്പം കുറഞ്ഞിരിക്കുന്നതിൽ യാതൊരു പ്രയോജനവുമില്ല. ഇതെല്ലാം ഡീപ് സീ ജൈജാന്റിസത്തിന്റെ കാരണമായിട്ട് കരുതപ്പെടുന്ന പോയിന്റുകളാണ്. ഒരുപക്ഷെ ഇതിനൊക്കെ പുറമേ ഇനിയും വേറെ പല കാരണങ്ങളും ഉണ്ടായിരിക്കാം. ചിലപ്പോൾ ഡീപ് സീ ജൈജാന്റിസം എന്നത് തികച്ചും യാദർച്ഛികമായ ഒരു കാര്യമായിരിക്കാനും സാധ്യതയുണ്ട്. കാരണം ചില ജീവികളിൽ ഇതിന്റെ നേരെ വിപരീതമായ പ്രതിഭാസമാണ് ഉണ്ടാകുന്നത്. അതായത് ഡീപ് സീ ഡ്വാർഫിസം. ഇത് തന്നെയാണ് ശാസ്ത്രജ്ഞരെ എല്ലാം ആശയക്കുഴപ്പത്തിലാക്കുന്നത്. എന്തായാലും ഇതത്ര എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പ്രതിഭാസമാണെന്ന് തോന്നുന്നില്ല. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.